ഹലോ എവരിവൺ. മത്സ്യമിത്രയുടെ കൺസൾട്ടേഷൻ സംരംഭത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സന്ദീപ്. ഞാനാണ് മത്സ്യമിത്ര കൺസൾട്ടേഷൻസിൻ്റെ ലീഡിംഗ് കൺസൾട്ടൻറ്റ്. ബയോഫ്ലോക്ക് കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് മത്സ്യകൃഷി ചെയ്യുന്നവർക്കും അലങ്കാര മത്സ്യകൃഷി ആയിക്കോട്ടെ, ഭക്ഷ്യയോഗ്യമായ വളർത്തു മത്സ്യങ്ങളായിക്കോട്ടെ, അവയുടെ കൃഷി രീതികൾ, പുതിയ കൃഷി അറിവുകൾ, സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ, ഇതിനെല്ലാത്തിനെയും കുറിച്ചുള്ള കൺസൾട്ടേഷൻ, അതിനുവേണ്ട ടെക്നിക്കലായിട്ടുള്ളതും അതല്ലാത്തതുമായ സർവീസുകൾ, ഇതൊക്കെയാണ് മത്സ്യമിത്ര കൺസൾട്ടേഷൻസിൻ്റെ ഒരു പ്രാഥമികമായ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ബയോഫ്ലോക്ക് കർഷകരുടെ സംശയങ്ങൾ, അവർക്ക് ബയോഫ്ലോക്ക് കൃഷി എങ്ങനെ എളുപ്പത്തിൽ ലാഭത്തിൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഈ ബയോഫ്ലോക്ക് കർഷക കൂട്ടായ്മ, അതായത് മത്സ്യമിത്രയുടെ കീഴിലുള്ള ഈ ബയോഫ്ലോക്ക് കർഷക കൂട്ടായ്മ വഴി നമ്മൾ ചെയ്യുന്നത്. ഈ കൺസൾട്ടേഷൻ തികച്ചും ഓൺലൈനായിട്ടും ഓൺസൈറ്റായിട്ടും നിങ്ങൾക്ക് ലഭ്യമാണ്. ഓൺലൈനായിട്ടുള്ള ഈ കൺസൾട്ടേഷന് ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. 500 രൂപയാണ് അതിൻ്റെ ഫീ. ആയുഷ്കാല രജിസ്ട്രേഷൻ ഫീ ആണത്. ഈ ഫീ അടയ്ക്കുന്ന ഓരോ കർഷകനും ഏത് സാഹചര്യത്തിൽ, ഏത് പ്രതിസന്ധിയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, അവിടെ നിന്ന് ഫോണിൽ ഞങ്ങളെ വിളിക്കാം. വീഡിയോ കോൾ വഴിയോ അതോ ഫോൺ വഴിയോ കർഷകൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതുപോലെ സഹായങ്ങൾ, അതുപോലെ ട്രബിൾ ഷൂട്ടിംഗ് എന്നാണ് നമ്മൾ പറയുക. അതായത് പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു അസുഖമോ, ഒരു അമോണിയ കൂടുതലാവുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരിക, അങ്ങനെ പെട്ടെന്ന് വരുന്നൊരു പ്രശ്നത്തിന് പെട്ടെന്ന് എന്ത് പ്രതിവിധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതിന് ടെക്നിക്കലായിട്ടുള്ള അഡ്വൈസ്, ഇതാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു അഡ്വൈസ് ആൻഡ് പിന്നെ നിങ്ങൾക്കൊരു ഹെൽപ്പ്, പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായാലുള്ളൊരു ഹെൽപ്പ്, അതാണ് ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി നിങ്ങളിലേക്ക് എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, മത്സ്യമിത്രയുടെ ഏറ്റവും പുതിയതായിട്ടുള്ളൊരു സംരംഭമാണ് ഈ ക്ലാസ്സസ്. അതിപ്പോൾ ബയോഫ്ലോക്ക് കൃഷിയെക്കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സസ് ഇപ്പോൾ തുടങ്ങുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിലേക്ക് ഞങ്ങൾ എത്തിയെന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് നിങ്ങളോട് പറയാം. ഞാനും എൻ്റെ സുഹൃത്തും എൻ്റെ പാർട്ട്ണർ, അവൻ ഇപ്പോൾ മലപ്പുറത്ത് പരപ്പനങ്ങാടി ഉള്ളണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു അലങ്കാര മത്സ്യങ്ങളുടെ ബ്രീഡിങ്, അതാണ് ഞങ്ങളുടെ പ്രാഥമികമായി അതിൻ്റെ രജിസ്ട്രേഷൻ ലൈസൻസ് എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ അലങ്കാര മത്സ്യങ്ങളുടെ ബ്രീഡിങ്, അതിൻ്റെ പ്രജനനം, അതിൻ്റെ വിപണനം, ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളുടെ അടുത്ത് ബന്ധപ്പെട്ട കുറേ കർഷകർ, ബയോഫ്ലോക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, തുടങ്ങി കഷ്ടപ്പാടിലായവരും, അങ്ങനെ ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് വരികയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇവരെല്ലാം സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നത്, കർഷകർ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. യൂട്യൂബ്, അതുപോലെ തന്നെയുള്ള മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ, പിന്നെ പരീക്ഷണ വിജയികൾ, ഇങ്ങനെയുള്ളൊരു 3 തലങ്ങളിൽ നിന്നാണ് ബയോഫ്ലോക്ക് കൃഷി ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ട് പോകുന്നത്. സർക്കാരിൻ്റേതായിട്ടുള്ള ബയോഫ്ലോക്ക് കൃഷിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അടിത്തറയോടുകൂടിയ ഒരു ഒരു മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ബയോഫ്ലോക്ക് കൃഷി ചെയ്യേണ്ടത്. പക്ഷേ ഈ മാനദണ്ഡങ്ങൾക്കപ്പുറം ഒരു ബയോഫ്ലോക്ക് കർഷകൻ ചിലപ്പോഴൊക്കെ തങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുള്ളതായിട്ടുള്ള യൂട്യൂബ്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ,
ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. അവിടെ നിന്ന് യൂട്യൂബിൽ നിന്നും മറ്റും കിട്ടുന്ന ഇൻഫർമേഷൻ, എങ്ങനെ ഫ്ലോക്ക് ഉണ്ടാക്കാം, എങ്ങനെ ഫ്ലോക്ക് പരിപാലിക്കാം, എന്താണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, എന്താണ് ഫാം ട്രീറ്റഡ് സീഡ്സ്, എങ്ങനെയാണ് ബയോഫ്ലോക്ക് ടാങ്ക് സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യം. ഇതിലെല്ലാം ശരിയുമുണ്ട് തെറ്റുമുണ്ട്. ഇതിലേറ്റവും അപകടകാരികളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് വാട്സാപ്പ് ഗ്രൂപ്പ്. 3 ഒരു ഗ്രൂപ്പ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, യൂട്യൂബ്, വാട്സാപ്പ് ഗ്രൂപ്പ് ആൻഡ് പരീക്ഷണ വിജയം. അപ്പോൾ ഇതിലേറ്റവും അപകടകാരികളായിട്ടുള്ളതാണ് വാട്സാപ്പ്. വാട്സാപ്പിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ എന്തൊരു വീഡിയോ എടുത്തിട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ഷെയർഡ് ആവും. വളരെ പെട്ടെന്ന് ഇത് ഗ്രൂപ്പുകളിൽ പോവുകയും മറ്റുള്ള വ്യക്തികൾ വഴിയും ഒക്കെ കർഷകനിലേക്ക്. ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ എത്രത്തോളം അതിന് ഒതൻറ്റിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇതിൽ സത്യാവസ്ഥയുണ്ട്, എത്രത്തോളം ഇത് വിശ്വസനീയമാണ് എന്നത് വായിക്കുന്ന കർഷകനോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകുന്ന കർഷകനോ തിരിച്ചറിയുന്നില്ല. ഈ ഒരു പ്രശ്നം വളരെ ഏറെ കർഷകരെ കുഴപ്പത്തിൽ ചാടിച്ചിട്ടുണ്ട്. വളരെയേറെ പേര് നഷ്ടത്തിൻ്റെ വക്കിലിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഒരൊറ്റ വാട്സാപ്പ് ഷെയറുകൾ കാരണം. നമ്മൾ ചെയ്യുന്നത് ഒരു മത്സ്യകൃഷിയാണ്. ഒരു മത്സ്യത്തിന് ഒരു കിലോയ്ക്ക് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വർഷം നിങ്ങൾ മുടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വരുമെന്നും നിങ്ങൾക്ക് ജസ്റ്റ് ആളുടെ ഫാം ചെന്ന് കണ്ടാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും രൂപ മുടക്കി 6 മാസത്തെ വിളവെടുപ്പിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? നിങ്ങൾക്ക് വരുന്ന കറണ്ട് കോസ്റ്റ്, നിങ്ങളവിടെ എന്തായാലും ഒരു വ്യക്തി, ഇപ്പോൾ നടത്തുന്ന കർഷകനായിക്കോട്ടെ, കർഷകൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ എഫോർട്ടും ഒരു വിലയുള്ളതാണ്. അദ്ദേഹം അവിടെ ചെലവഴിക്കുന്ന സമയത്തിനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാം ഒരു വിലയുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് വിളവെടുക്കുമ്പോൾ തിരിച്ച് ഈ ലാഭം കിട്ടുന്നുണ്ടോ? ഇത്രയും രൂപ മുടക്കി 5 വർഷം 10 വർഷം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് ലാഭമായി മാറുന്നത്. അപ്പോൾ എവിടെയാണ് നഷ്ടം സംഭവിക്കുന്നത്? എവിടെയാണ് നമുക്ക് നമ്മുടെ ചിലവ് കുറയ്ക്കാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അടിസ്ഥാന ധാരണ ഓരോ കർഷകനും ഉണ്ടാവണം. എന്നിട്ട് മാത്രമേ മറ്റുള്ളവർ പറയുന്നതിലേക്ക് വിശ്വസിക്കാൻ പോകാൻ പാടുള്ളൂ. ഈവൻ ഞാനായിക്കോട്ടെ, ഞാൻ പറയുന്നൊരു കാര്യത്തിനെക്കാട്ടിലും ഒരു 10 രൂപ കുറച്ച് നിങ്ങൾക്ക് വേറൊരു ആളുടെ കയ്യിൽ നിന്ന് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലൂടെ കിട്ടാൻ കഴിയുമെങ്കിൽ അത് ചൂസ് ചെയ്യുക എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതാണ് കൃഷി. കൃഷിയുടെ രീതിയിൽ നമ്മൾ ഏറ്റവും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ലാഭകരമായ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ മാത്രമാണ് കൃഷി സക്സസ് ആവുള്ളൂ. പ്രതിസന്ധികൾ എന്തായാലും ഉണ്ടാകുന്നൊരു ഫീൽഡാണ് കൃഷി. ഏത് കൃഷിയെ പോലെ തന്നെയാണ് മത്സ്യകൃഷി. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിന് തയ്യാറെടുക്കുക. ഇത്രയും നാളും നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്യുന്ന കർഷകനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ വളരെയധികം മത്സ്യകർഷകർ അല്ലെങ്കിൽ മത്സ്യകൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാളെ ഒട്ടുമിക്ക മത്സ്യകർഷകരും ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നം മത്സ്യത്തിൻ്റെ വിലയും തീറ്റകളുടെ ലഭ്യതക്കുറവും മത്സ്യങ്ങൾക്കുണ്ടാകാൻ പോകുന്ന രോഗങ്ങളും ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വർഷമായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴേ തന്നെ നിങ്ങളുടെ അറിവ് സോളിഡാക്കി വെക്കുക. അറിവിൽ എല്ലാത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ വന്നാലാണ് ഒരു കർഷകന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ നമ്മുടെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. 3ാമത്തെ ഗ്രൂപ്പ്, ഇതും കുറച്ച് അപകടകാരികളാണ്. യൂട്യൂബിനെക്കാട്ടിലും കുറച്ചും കൂടി അപകടകാരികളാണത്. പരീക്ഷണ വിജയികൾ എന്ന് ഞങ്ങൾ തമാശക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറയുന്നൊരു കാര്യമാണ്. അതുപോലെ മറ്റ് കർഷകർ, ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കുന്ന കർഷകരുടെ അടുത്ത് ഞാൻ പറയുന്നത് പരീക്ഷണ വിജയികൾ എന്ന് പറയും. ബയോഫ്ലോക്ക് കൃഷി ചെയ്ത് ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയി എന്നും പറഞ്ഞ് പലരും പറയുന്നുണ്ട്. ചിലത് ശരിയുമാണ്, ചിലത് തെറ്റുമാണ്. പരീക്ഷണ വിജയികളെ പക്ഷെ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും. അയാൾക്ക് ലാഭം കിട്ടിയല്ലോ, അയാൾ ചെയ്ത് ശരിയായല്ലോ. പക്ഷേ അടിസ്ഥാനപരമായിട്ടല്ല അത് ചെയ്തതെങ്കിൽ, അതായത് അതൊരു ലക്കിൽ കിട്ടിയതായിരിക്കും. അല്ലെങ്കിൽ അയാൾക്ക് എപ്പോഴും അത് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ആദ്യം ചെയ്തപ്പോൾ കിട്ടി, 2ാമത് വർഷം ചെയ്തപ്പോൾ കിട്ടിയില്ല, പക്ഷെ ആൾക്ക് കിട്ടിയില്ല എന്നുള്ളത് പറയാൻ ഒരു മടിയുണ്ടാവും. അപ്പോൾ
അങ്ങനെയുള്ള പരീക്ഷണ വിജയങ്ങൾ, ഒരു പരീക്ഷണം മറ്റൊരു കർഷകൻ്റെ കുളത്തിൽ കൂടി ചെയ്യാനായിട്ട് പോരും. വ്യക്തമായിട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് തികച്ചും ഫ്രീ ആയിട്ട് ആണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. വളരെ വൈകിപ്പോയി എന്നെനിക്കറിയാം. ക്ലാസ് തുടങ്ങുമെന്ന് നമ്മുടെ ബയോഫ്ലോ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നുവെങ്കിൽ പോലും പല സാഹചര്യം കൊണ്ടും എനിക്കത് സാധിച്ചില്ല. ജോലിയുടെ തിരക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാം ഒരു 4 മാസം ആകുന്നേ ഉള്ളൂ. ഈ 4 മാസത്തിനിടയിൽ വളരെ അധികം വർക്ക് നടക്കുകയുണ്ടായി. മത്സ്യമിത്ര ഡെവലപ്പായി വരുന്നു. കൊറോണ ഞങ്ങളെ കുറേ ബാധിച്ചു, എല്ലാവരെയും ബാധിച്ചു എന്നറിയാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു തിരക്കിലും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളിലും ആയിരുന്നു. അതെല്ലാം ഒതുങ്ങി ഇപ്പോഴാണ് കുറച്ച് സമയം കിട്ടുന്നത്. ഇനി അങ്ങോട്ട് നമ്മുടെ ക്ലാസ്സുകൾ പതുക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു യൂട്യൂബ് ചാനലാക്കി തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യൂട്യൂബ് വഴി തന്നെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുള്ളൂ. കാരണം അതാണ് ഏറ്റവും സുതാര്യമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ആദ്യം വീഡിയോ കോൾ വഴി ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് വീഡിയോ കോൾ വഴി നിങ്ങളോട് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ സുതാര്യത ഏറ്റവും എളുപ്പമല്ല. പലരെയും ഞാൻ പേഴ്സണലി ബന്ധപ്പെട്ടതിൽ നിന്ന് അവർ പറയുന്നത് അവർക്ക് ഇപ്പോൾ കോൾ എടുക്കാനായിട്ട് പലർക്കും ഒരേ സമയം സംഭവിച്ചെന്ന് വരില്ല. ഒരു 10 പേരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് യൂട്യൂബ് വഴിയാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. പ്രൈവറ്റ് അക്കൗണ്ട് വഴിയായിരിക്കും നിങ്ങൾക്കിത് കിട്ടുന്നത്. പബ്ലിക് ആയിരിക്കില്ല. നിങ്ങൾക്ക് മാത്രമേ ഇത് വ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു യൂട്യൂബ് ചാനലാക്കി ഇപ്പോൾ ഞാനിത് ഇടുന്നില്ല. കാരണം ഇത് ഈ കൺസൾട്ടേഷൻ്റെ കീഴിൽ വരുന്നവർക്ക് മാത്രമായിട്ടുള്ളൊരു ക്ലാസ്സസാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. തുടക്ക ക്ലാസ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു റെസ്പോൺസും എല്ലാം നോക്കിയതിന് ശേഷം പെയ്ഡ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾ ഒരു വ്യക്തി 50 രൂപയാണ് പേ ചെയ്യേണ്ടി വരിക. 50 രൂപ ഒരു ക്ലാസ്. ഇങ്ങനെ ഒരു 10 ക്ലാസ്സോളം മാത്രമാണ് ബയോഫ്ലോക്കിനെ കുറിച്ചുള്ളത്. അതുവഴി ബയോഫ്ലോക്കിൻ്റെ A to Z എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. A to Z എന്ന് പറയുമ്പോൾ ബയോഫ്ലോക്കിനെ കുറിച്ച് എല്ലാം പഠിപ്പിക്കാം എന്നല്ല. ഒരു കർഷകൻ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു കർഷകന് കൈത്താങ്ങായിരിക്കേണ്ട അറിവുകൾ, എനിക്കറിയാവുന്ന അറിവുകൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഞാൻ എങ്ങനെയാണ് ബയോഫ്ലോക്ക് കൺസൾട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബയോഫ്ലോക്ക് കൺസൾട്ടേഷൻ എങ്ങനെ എനിക്ക് കൊടുക്കാൻ കഴിയും? ഞാനും എൻ്റെ പാർട്ട്ണർ മിസ്റ്റർ സുമിൻ, എൻ്റെ പേര് സന്ദീപ്. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ ബിരുദാനന്തര ബിരുദം നേടിയ വിദ്യാർത്ഥികളായിരുന്നു. 2015 ഞങ്ങൾ നാഷണൽ അക്വാകൾച്ചർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സൗദിയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോസ്റ്റൽ അക്വാകൾച്ചർ കമ്പനിയായ നാഷണൽ അക്വാകൾച്ചർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരു 4 വർഷത്തോളം, ഞാനൊരു 4 വർഷത്തോളം, സുമിൻ ഒരു 3 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ബയോഫ്ലോക്കിലായിരുന്നു ഞങ്ങളുടെ ജോലി. സത്യം പറയാം, ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ബയോഫ്ലോക്ക് എന്നത് തിയററ്റിക്കലി പേപ്പറിലും ബുക്കിലും പഠിച്ച ഒരു വാക്കും ഒരു ടെക്നിക്കും മാത്രമായിരുന്നു. ബയോഫ്ലോക്കിൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് സൗദിയിൽ പോയതിന് ശേഷമാണ്. അവിടെ ചെമ്മീൻ്റെ ബ്രീഡിങ്, അതുപോലെ ചെമ്മീൻ കൃഷി, തിലാപ്പിയുടെ കൃഷി, ഇതെല്ലാം ബയോഫ്ലോക്കിലാണ് ചെയ്യുന്നത്. ഏതാണ്ട് 200 സ്ക്വയർ കിലോമീറ്റർ വരുന്നതാണ് കമ്പനി. നമ്മുടെ ഒരു ജില്ലയുടെ അത്രയും തന്നെ ഉണ്ടായിരുന്നു കമ്പനി. അങ്ങനെ ഒരു വലിയൊരു സെറ്റപ്പിൽ ആയിരുന്നു ബയോഫ്ലോക്ക് അവിടെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്, വളരെയേറെ പരിമിതികളുമുണ്ട്, വളരെയേറെ ഗുണങ്ങളുമുണ്ട്. 2 സൈഡും ഉള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു സംരംഭമാണ് ബയോഫ്ലോക്ക് ഞങ്ങൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു ബേസിക്സ് ഞങ്ങളൊന്ന് ഷെയർ ചെയ്തതാണ്. അവിടെ നിന്നാണ് ബയോഫ്ലോക്കിനെ കുറിച്ച് അറിയാനും പഠിക്കാനും അതിൽ പ്രവർത്തിക്കാനും ബയോഫ്ലോക്ക് പിന്നെ എന്താ പറയുക അതിനെക്കുറിച്ചുള്ള കുറേയും കൂടി ആഴത്തിലറിയാൻ ഇന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒക്കെ ആയിട്ട് കഴിയുന്നത്. സോ ആ അറിവുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്ത ടോപ്പിക്ക് പോലെ തന്നെ ബയോഫ്ലോക്ക് ടാങ്ക്, അതായത് ഒരു ബയോഫ്ലോക്ക് ടാങ്കിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ബയോഫ്ലോക്ക് ടാങ്ക് എങ്ങനെയാണ്, അതിൻ്റെ അളവ് എത്ര വരും, എത്ര ലിറ്റർ വെള്ളം അതിൽ കൊള്ളുമെന്ന് എങ്ങനെ ഒരു കർഷകന് കണ്ടുപിടിക്കാം, പിന്നെ ഒരു ടാങ്കിൽ സ്ലോപ്പിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ, സ്ലോപ്പ് വേണം, തീർച്ചയായിട്ടും വേണം, അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ, പിന്നെ ഒരു ടാങ്കിന് ഷെയ്ഡ് കൊടുക്കണം, റൂഫിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ബയോഫ്ലോക്ക് ചെയ്യും എന്തിനാണ് അത് ചെയ്യുന്നത്, പിന്നെ വരുന്നത് ടാങ്കിൽ കൊടുക്കുന്ന എയറേഷൻ
എത്രത്തോളം എയറേഷൻ കൊടുക്കണം, എത്ര ലിറ്റർ പെർ മിനിറ്റാണ് ഒരു ടാങ്കിന് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റിക്ക് ആവശ്യമായി വരിക, ഏത് കമ്പനിയുടെ എയറേറ്റർ മേടിച്ച് വെക്കണം, എയറേഷൻ മൈക്രോപോർസിൽ കൂടെ തന്നെ അല്ല എയറോസി ട്യൂബിലൂടെ തന്നെ കൊടുക്കണം, വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ, പിന്നെ റിംഗ് ബ്ലോവർ വെക്കുന്നതുകൊണ്ട് നല്ലതാണോ ചീത്തയാണോ, പിന്നെ വെഞ്ചർ മൈക്രോ എയറോസി വെഞ്ചേഴ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അപ്പോൾ അത് വെക്കുന്നത് നല്ലതാണോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ പറയുന്നത് ക്ലാരിഫയർ ടാങ്ക്സ്, സെറ്റിലിംഗ് ടാങ്ക്സ്, ഇതിൻ്റെ ആവശ്യകത എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും മത്സ്യമിത്രയുടെ ഒരു ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ മത്സ്യമിത്ര ഫാം സ്ഥിതി ചെയ്യുന്നത് ഉള്ളണം നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്, പരപ്പനങ്ങാടി അടുത്താണ്, തെച്ചിക്കാട് ജുമാ മസ്ജിദിൻ്റെ സമീപം. ഒരു ചെറിയൊരു ഫാമാണ്. അലങ്കാര മത്സ്യങ്ങളുടെ പ്രജനനം ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ടുള്ള മത്സ്യത്തീറ്റകളുടെ വിതരണവും മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണവും ഇതുപോലുള്ള കൺസൾട്ടേഷൻസും ബയോഫ്ലോക്ക് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രോബയോട്ടിക്സ്, pH കിറ്റ്, ദെൻ അമോണിയ കിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു പ്രയർ സംരംഭമാണ്, ആദ്യമായി തുടങ്ങുന്നൊരു സംരംഭമാണ്. ഞങ്ങൾ ഈ കൊറോണ കാലത്തുണ്ടായ ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ്. അത്ര വലിയൊരു പ്രൊജക്റ്റൊന്നുമല്ല. എന്തായാലും ഞങ്ങളുടെ ഫാം വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരായാലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക, നിങ്ങൾക്ക് വന്ന് കാണാം. നിങ്ങൾ എന്താ പറയുക ഒന്നും മേടിക്കാനല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് വന്ന് കാണാം, കണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടി, നിങ്ങൾക്ക് നാളെ അതൊരു ഉപകാരമായാലും അത് ഞങ്ങൾക്കൊരു സംതൃപ്തിയാണ്, സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് ബയോഫ്ലോക്ക് ടാങ്കിനെ കുറിച്ചാണ്. ഒരു കാര്യത്തിൽ ക്ഷമിക്കുക, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇത് എന്താ പറയുക സ്ലൈഡ്സ് സെറ്റ് ചെയ്യാൻ, ഇതിൻ്റെ സ്ലൈഡുകൾ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാം മലയാളത്തിൽ തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒന്നുകൊണ്ട് ഇത് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ എന്നെ വിളിക്കാം, അപ്പോൾ തന്നെ ഞാനത് തീർത്ത് തരുന്നതാണ്. ഈ ബയോഫ്ലോക്ക് ടാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു 6 ഘടകങ്ങളായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തിരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഒരു ടാങ്ക് പണിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട്, ടാങ്ക് പണിയുന്നതിന് മുന്നോടിയായി തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കും. എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ ചിലവ് വരും, അല്ലെങ്കിൽ ആരൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റൊരാളെ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരുന്നു, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ട് കർഷകർ. അതൊന്ന് പരിഹരിക്കാനും കൂടി ആയിട്ടാണ് ഞാൻ ഈ ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പറയും. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ടാങ്ക് വോളിയം. ഒരു ടാങ്ക്, നിങ്ങൾ പണിയാൻ പോകുന്ന ടാങ്ക്, 5 ഡയയുടെ ടാങ്ക്, 4 ഡയയുടെ ടാങ്ക്, 10 ഡയയുടെ ടാങ്ക് എന്നൊക്കെ പറയും. ഈ ടാങ്കിൽ എത്രത്തോളം വെള്ളം കൊള്ളും, അല്ലെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്, അതാണ് ടാങ്ക് വോളിയം എന്ന ഒരു ടൈറ്റിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സ്ലോപ്പ് ഓഫ് ദ ടാങ്ക്. അതായത് ഒരു ടാങ്കിന് സ്ലോപ്പ് കൊടുക്കണം, എന്നാലാണ് നമ്മൾക്ക് വെള്ളം ഊറിപ്പോവാനായിട്ട് ഒരു ഇതുണ്ടാവുള്ളൂ. വെള്ളം എന്തെങ്കിലും കളയേണ്ടി വരികയോ അല്ലെങ്കിൽ വേസ്റ്റ് പുറത്തേക്ക് കളയേണ്ടി വരികയോ ചെയ്യുമ്പോൾ അതിനൊരു സ്ലോപ്പ് കൊടുക്കണം. ആ സ്ലോപ്പ് എത്രത്തോളം വേണം, അല്ലെങ്കിൽ ആ സ്ലോപ്പ് വേണ്ട ആവശ്യകതയുണ്ടോ, അതാണ് സ്ലോപ്പ് ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്ന ടൈറ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം റൂഫിങ്, ഷെയ്ഡ്, ഫോട്ടോ പീരീഡ്. അതായത് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ടണൽ കൊടുക്കണം, ടണൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ലൈറ്റ്, അധികമായ സൂര്യപ്രകാശം അകത്തേക്ക് കടക്കരുത്. ഫോട്ടോ പീരീഡ് എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ടാങ്കിൻ്റെ എയറേഷൻ, അതായത് ടാങ്കിൽ നമ്മൾ എയർ കൊടുക്കണം. അതായത്
നമ്മൾ ബ്ലോവർ വെക്കണം. ബ്ലോവർ അല്ലെങ്കിൽ എന്താ പറയുക, എയറേറ്റർ വെക്കണം. എയർ കൊടുക്കാണ്ട് നമുക്ക് ബയോഫ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എയറേഷൻ സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ എയറേഷൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം എയർ ലിഫ്റ്റുകൾ. എയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞ് ഇതുപോലെ യൂട്യൂബിൽ നിന്നും വീഡിയോസ് കുറേ ഇറങ്ങുന്നുണ്ട്, എയർ ലിഫ്റ്റുകൾ വെക്കുന്നതും എയർ ലിഫ്റ്റുകളുടെ പ്രവർത്തനം ഉപയോഗിച്ച്. അപ്പോൾ അതിൽ പൊതുവെ ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന എയർ ലിഫ്റ്റുകൾ സക്സസ്ഫുള്ളായി പ്രവർത്തിക്കുന്നുണ്ടോ? ഈ എയർ ലിഫ്റ്റ് ആക്ച്വലി ഇതിന് മുന്നേ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ നമ്മൾ ബയോഫ്ലോക്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈറ്റിലാണ് എയർ ലിഫ്റ്റ്സ്. ആറാമത്തെ ടൈറ്റിലാണ് ക്ലാരിഫയർ ഫിൽറ്റർ സെറ്റിംഗ് ടാങ്ക്. ഇതിൻ്റെ ആവശ്യകതയുണ്ടോ, ഇതില്ലാണ്ട് ബയോഫ്ലോക്ക് ചെയ്യാൻ പറ്റുമോ, ഏറ്റവും നല്ല രീതിയിലൊരു ക്ലാരിഫയർ അല്ലെങ്കിൽ സെറ്റിംഗ് ടാങ്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ആറാമത്തെ ടൈറ്റിലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ടൈറ്റിലേക്ക് കടക്കുകയാണ് ടാങ്ക് വോളിയം. ഒരു ടാങ്കിൻ്റെ അതിൽ കൊള്ളുന്ന വെള്ളം, കാരണം നമ്മൾ മീൻ കൃഷി ചെയ്യുമ്പോൾ എത്ര വെള്ളമുണ്ടോ അതിനനുസരിച്ചാണ് മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിക്കുന്നത്. അതുപോലെ എത്ര വെള്ളമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ബയോഫ്ലോക്കിൻ്റെ ആപ്ലിക്കേഷൻ നടക്കുന്നത്. എത്ര വെള്ളമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ എയറേറ്റർ അല്ലെങ്കിൽ ബ്ലോവർ, ഇപ്പോൾ ഹൈലി 120 എന്നൊക്കെ പറയണം, HAP 120 എന്നൊക്കെ പറയുന്ന ഹൈലി ബ്ലോവർ അല്ലെങ്കിൽ എയറേറ്റർ, ഇത് ഈ 120 എന്തിനാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ 240 എന്തിനാണ് മേടിക്കുന്നത്, അതിൻ്റെയൊക്കെ ബേസിക്സ് ഈ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ അളവാണ്. അപ്പോൾ രണ്ട് തരത്തിലെ ടാങ്കുകളാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് സിലിണ്ടർ പോലെയുള്ള, അതായത് വട്ടത്തിൽ സിലിണ്ടർ പോലെ ഒരു പാത്രം പോലെയുള്ള ടാങ്കുകൾ. രണ്ടാമത്തെ ടൈപ്പ് റെക്റ്റാങ്കുലർ, ഒന്നെങ്കിൽ ചതുരം അല്ലെങ്കിൽ സമചതുരം അല്ലെങ്കിൽ പല അളവിലുള്ള നീളവും വീതിയും പൊക്കമൊക്കെ ഉള്ള റെക്റ്റാങ്കുലർ ടാങ്കുകൾ. അപ്പോൾ വട്ടത്തിലുള്ള അല്ലെങ്കിൽ സിലിണ്ടറിക്കലായിട്ടുള്ള പാത്രം പോലെ ഇരിക്കുന്ന ടാങ്കുകളുടെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും, അതിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം വെള്ളം കൊള്ളും എന്നുള്ള അളവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഞാൻ പഠിപ്പിക്കുക. ഒന്ന്, ഇതിലാകെ നമ്മൾ എടുക്കേണ്ട രണ്ട് അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയും. അതായത് ഈ ചുറ്റി അളവുണ്ടല്ലോ, ഈ വട്ടം ചുറ്റളവ് എന്നല്ല പറയും, വട്ടം. ഈ വട്ടത്തിൻ്റെ ഈ അറ്റം മുതൽ അതിൻ്റെ നടുഭാഗം, ശരിക്കുമായ നടുഭാഗം മുതൽ അതിൻ്റെ ഭിത്തി വരെ ഉള്ള നീളം, അതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയാണ്. റേഡിയസ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അളവെടുക്കണം. ഈ ടാങ്കിൻ്റെ മൊത്തം ആഴം അല്ലെങ്കിൽ അതിൻ്റെ പൊക്കം, ഹൈറ്റ്, വെള്ളം എവിടം വരെ നിൽക്കുമോ അത്രത്തോളമുള്ള ഹൈറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ ഇതാണ് എടുക്കേണ്ട രണ്ടളവുകൾ. ഒരു വട്ടത്തിലുള്ള അല്ലെങ്കിൽ ഒരു പാത്രം പോലെയുള്ള ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ടാങ്ക്. ഇപ്പോൾ പൊതുവേ കാണുന്ന സുഭിക്ഷ കേരളം പദ്ധതിയിലുള്ള ബയോഫ്ലോക്ക് ടാങ്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ ഇതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ് ടാങ്കിൻ്റെ കൃത്യമായ നടുവിൽ നിന്ന് അതിൻ്റെ ഭിത്തി വരെയുള്ള നീളം, ആ നീളത്തിന് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു. പിന്നെ എടുക്കേണ്ട രണ്ടാമത്തെ അളവ് അതിൻ്റെ ഹൈറ്റ്, മനസ്സിലായില്ലേ? അതായത് അതിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ പൊക്കം, ടാങ്കിൻ്റെ പൊക്കം, വെള്ളം എത്രത്തോളം നിൽക്കും, എത്ര പൊക്കത്തിൽ വെള്ളം നിൽക്കും, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനാണ് എഴുതിയിരിക്കുന്നത്. വോളിയം എന്ന് പറയുന്നത് 3.14 എന്നുള്ളത് പൈ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഇതൊരു എന്താ പറയുക മാത്തമാറ്റിക് ക്ലാസ് അല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. 3.14 എന്തായാലും ഈ വട്ടത്തിലുള്ള ഇതിൻ്റെ, അതായത് വട്ടത്തിലുള്ള ടാങ്കിൻ്റെ എന്താണ് പറയുക വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഈ 3.14 എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ അതുമായിട്ട് ഗുണിക്കേണ്ടതാണ്. മറ്റ് അക്കങ്ങളായിട്ട് നമ്മളത് ഗുണിക്കേണ്ടതാണ്. അപ്പോൾ 3.14 അത് മാറില്ല, അത് എല്ലാ കാൽക്കുലേഷനിലും സെയിം ആണ്. അപ്പോൾ 3.14 റേഡിയസ് 5 ഡയയുടെ ടാങ്ക് എന്നാണ് ഞാനിപ്പോൾ ഇതിനെ കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. 5 ഡയയുടെ ടാങ്ക് പൊതുവെ അതാണല്ലോ സുഭിക്ഷ കേരളം പദ്ധതിയിൽ വരുന്നത്. 4 ഡയയുടെ ടാങ്ക്, 5 ഡയയുടെ ടാങ്ക്. അല്ല, 5 ഡയയുടെ ടാങ്ക് എന്ന് പറയുമ്പോൾ 5 ഡയ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം നീളമാണ് 5 ഡയ. അതായത് ഒരു ഭിത്തിയിൽ, ഈ ടാങ്കിൻ്റെ ഒരു ഭിത്തിയിൽ നിന്ന് അങ്ങേ അപ്പുറത്തെ ഭിത്തി വരേക്കുള്ള നേരെ ഒരു ടേപ്പ് പിടിച്ചു കഴിഞ്ഞാൽ 5 മീറ്റർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നടുവിൽ നിന്നും ഭിത്തിയിലേക്ക് എന്ന് പറയുമ്പോൾ നേർപകുതി എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ 3.14 ഇൻറ്റു 2.5 സ്ക്വയർ എന്ന് പറയുന്നത് 2.5 ഇൻറ്റു 2.5 എത്രയേ ഉള്ളൂ. എത്രയാണോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നീളം അതേ ഇൻറ്റു അത് ചെയ്യുക. ഇപ്പോൾ ഇത് കിട്ടുന്നത്
മൂന്ന് മീറ്റർ എന്നാണ് കിട്ടണമെങ്കിൽ 3x3, ഇവിടെ 3x3 ആവും, ഇത്രയുള്ള വ്യത്യാസം. 3x3 അല്ലെങ്കിൽ 2.5x2.5. ഈ 1.25 എന്ന് പറയുന്നത് ഹൈറ്റാണ്, അതായത് ആഴം. 1.25 മീറ്റർ. പൊതുവേ സർക്കാരിൻ്റെ ശുചീകരണ പദ്ധതി വഴി 5 ഡയ ടാങ്കിന് 1.25 മീറ്റർ പൊക്കം കിട്ടുന്നുണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ 1 മീറ്ററൊക്കെ ഉള്ളൂ, ചിലയിടത്ത് 1.25 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിച്ച് കഴിയുമ്പോൾ അവസാനം കിട്ടുന്നതാണ് 24.53 ടണ്ണ്. 24.53 ടണ്ണ്. ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ലിറ്ററാണ് ഒരു ടൺ എന്ന് പറയുന്നത്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന ടാങ്ക് 1000 ലിറ്ററിൻ്റെ ടാങ്ക്, അതിനെ നമ്മൾ 1 ടൺ എന്നാണ് പറയുക. 1 ടൺ, അതിനെ 1 ടൺ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതനുസരിച്ച് 24.53 ടൺ എന്ന് പറഞ്ഞാൽ 24,530 ലിറ്റർ വെള്ളം. അപ്പോൾ ഏതാണ്ട് 24,000 ലിറ്റർ വെള്ളമാണ് ഈ 5 ഡയ ടാങ്കിൽ കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ 5 ഡയയുടെ സർക്കാരിന് സുഭിക്ഷ കേരളം പദ്ധതി വഴി കൊള്ളുന്ന ടാങ്കിൻ്റെ മൊത്തം വെള്ളത്തിൻ്റെ കപ്പാസിറ്റി, അതിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ 24,000 ലിറ്റർ വെള്ളം. ഈ 24,000 ലിറ്റർ വെള്ളം എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഈ കാണുന്നത്. മനസ്സിലായില്ല? അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള കാൽക്കുലേഷനാണ് ഈ കാണുന്നത്. ഓക്കെ, റെക്റ്റാങ്കുലർ ടാങ്ക്. അടുത്തത് നമ്മൾ പറയുന്നത് വട്ടത്തിലല്ലാത്ത ചതുരത്തിലോ സമചതുരത്തിലോ എങ്ങനെയായിട്ടായിക്കോട്ടെ ആ ടാങ്കിൻ്റെ വോളിയം, അളവ്, അതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം? അത് വളരെ എളുപ്പമാണ്. നീളം, വീതി, പൊക്കം, ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്. നീളം, വീതി, പൊക്കം, ഇത് മൂന്നിനെയും തമ്മിൽ ഗുണിക്കുക. ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്താണ്. 5 മീറ്റർ നീളമുള്ള, 3 മീറ്റർ വീതിയുള്ള, 1.5 മീറ്റർ ആഴമുള്ള ഒരു ടാങ്ക്, അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് ടാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പടുതാക്കുളം ആയിക്കോട്ടെ. പടുതാക്കുളത്തിൻ്റെ അളവെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന അതിൻ്റെ ടണ്ണാണ് 22.5 ടണ്ണ്. അപ്പോൾ എത്രയും 22,500 ലിറ്റർ വെള്ളം. 22,000 ലിറ്റർ വെള്ളം എന്ന് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന വഴി ഓരോ കർഷകനും എത്ര എണ്ണം മീൻ അതിലിടാൻ പറ്റും എന്ന് കൃത്യമായ ധാരണയുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു പടുതയിലോ അല്ലെങ്കിൽ ഒരു സിമൻറ്റ് ടാങ്കിലോ ബയോഫ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾക്കറിയണം എത്ര എണ്ണം അതിലിടാൻ പറ്റുമെന്ന്. നമ്മളൊരു സീഡ് മേടിക്കാനായിട്ട് ഒരു ഫാമിൽ ചെല്ലുമ്പോൾ അവരവരുടെ വസ്തു, അവരുടെ മീൻ കുഞ്ഞുങ്ങളെ വിറ്റ് തീർക്കാനാണ് നോക്കുക. ഇപ്പോൾ 100 എണ്ണം ഇടാൻ പറ്റുന്ന ആളുടെ അടുത്ത് 400 എണ്ണം നിങ്ങൾ ഇട്ട് നോക്ക്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് 400 എണ്ണം മേടിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചതികളിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തന്നെ ഒരു അളവ് അറിയാൻ പറ്റും എത്ര എണ്ണം ഇടാൻ പറ്റുമെന്ന്. അപ്പോൾ പൊതുവെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ, നമ്മുടെ സാധാരണ വെള്ളത്തിൽ, എയറേഷനൊന്നും കൊടുക്കാത്ത വെള്ളത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഓരോ മീനുകൾക്കും ഓരോ അളവുണ്ട്. അതായത് ഇത്ര 1000 ലിറ്ററിൽ ഇത്ര മീൻ ഇടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ ഒരു ചാർട്ട് തന്നെയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടാങ്കിൽ എത്രത്തോളം വെള്ളം കൊള്ളുമെന്നൊരു കർഷകൻ അറിഞ്ഞിരിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് പഠിക്കാൻ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തുനിന്ന് വരും. എന്നാലും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ടാങ്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റർ എടുത്തിട്ട് അളന്ന് നോക്കുകയോ സ്വയമേ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം അതിൽ കൊള്ളും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അങ്ങനെ നിങ്ങളൊരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നാളെ എത്ര വലിയ കുളമായിക്കോട്ടെ, എത്ര ചെറിയ കുളമായിക്കോട്ടെ, വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി, അതിലെത്ര വെള്ളം കൊള്ളും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതുവഴി അതിലെത്ര എയറേഷൻ കൊടുക്കണം, അതിലെത്ര മീൻകുട്ടികളെ ഇടാൻ കഴിയും, അതിലെത്ര ബയോഫ്ലോക്ക് കലക്കാനാണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനിൽ എത്രത്തോളം കലക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷൻ വളരെ നിർബന്ധമാണ്. എത്ര വെള്ളമുണ്ട് എന്നുള്ളൊരു അറിവ് വളരെ നിർബന്ധമാണ്. അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ടാങ്കിൻ്റെ സ്ലോപ്പ്. ടാങ്കിന് സ്ലോപ്പിൻ്റെ ആവശ്യമുണ്ടോ? പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. ഞാൻ സ്ലോപ്പ് ഇടാൻ മറന്നുപോയി, രണ്ടാമത് ഷീറ്റ് മാറ്റി. അതായത് ഞാനിപ്പോൾ പറയുന്ന കാര്യം സർക്കുലർ ടാങ്കിനെ കുറിച്ചാണ്. സർക്കുലർ ആയിട്ടുള്ള ബയോഫ്ലോക്ക് ടാങ്ക്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് മാറ്റി ഞാൻ വീണ്ടും കുഴി എടുത്ത് സ്ലോപ്പ് ഉണ്ടാക്കി സാറേ, അങ്ങനെ വേണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല കർഷകരും നമ്മൾ ബന്ധപ്പെടാം. സ്ലോപ്പ് എന്തായാലും വേണം. കാരണം നടുഭാഗത്തു നിന്നാണ് പല ടാങ്കുകളുടെയും, അതായത് ബയോഫ്ലോക്കിൻ്റെ വട്ടത്തിലുള്ള ടാങ്കുകളുടെ നടുഭാഗത്തു നിന്നാണ് എല്ലാവരും വേസ്റ്റ്
നീക്കം ചെയ്യുന്നത്. പതുക്കെ അതിൻ്റെ വാൽവ് തുറന്ന് വേസ്റ്റ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് നീക്കം ചെയ്യുന്ന അവസ്ഥയിൽ ഈ വേസ്റ്റ് എല്ലാം നടുവിലേക്ക് എത്തണമെങ്കിൽ അവിടെ നമ്മൾ ഒരു സ്ലോപ്പ് കൊടുക്കും. പിന്നെ അതിൽ നിന്ന് വട്ടത്തിലുള്ള ടാങ്കിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പറയുകയാണ് ഒരു റെക്റ്റാങ്കിൾ, ചതുരമോ സമചതുരമോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പടുതാ കുളം ആയിക്കോട്ടെ, ആ കുളത്തിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു സ്ലോപ്പ് കൊടുത്താലാണ് നമുക്ക് മോട്ടർ വെച്ചിട്ടോ പമ്പ് വെച്ചിട്ടോ അവിടെ നിന്ന് വേസ്റ്റ് വലിച്ച് കളയണമെങ്കിൽ ഈ വേസ്റ്റ് എല്ലാം സ്ലോപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സൈഡിലേക്ക് അടിയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത് പരന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്ലോപ്പ് വേണമെന്ന് പറയും. അറ്റ്ലീസ്റ്റ് ഒരടിയെങ്കിലും സ്ലോപ്പ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 30 സെൻറ്റിമീറ്റർ, ഒരു 12 ഇഞ്ച് അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ സ്ലോപ്പ് അതിൻ്റെ. ഇപ്പോൾ വട്ടത്തിലുള്ള ടാങ്ക് ആണെങ്കിൽ നമ്മളുടെ ഭിത്തിയിൽ നിന്നും നടുവിലേക്കാണ് സ്ലോപ്പ് കൊടുക്കേണ്ടത്. ഭിത്തിയിൽ നിന്നും നടുവിലേക്ക് ഏതാണ്ട് ഒരടിയുടെ താഴ്ച ഉണ്ടാവണം. അപ്പോഴാണ് അങ്ങോട്ട് വേസ്റ്റ് അടിയുള്ളൂ. പിന്നെ മറ്റ് ടാങ്കാണ് പടുതാക്കുളം അതുപോലത്തെ ടാങ്ക് ആണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിലേക്ക് വേണം സ്ലോപ്പ് വരാൻ. ഇത് ടാങ്ക് കുഴിച്ച് ടാങ്ക് അല്ലെങ്കിൽ ഷീറ്റ് വിരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ഷെയ്ഡ് അല്ലെങ്കിൽ ഫോട്ടോ പീരീഡ് അല്ലെങ്കിൽ റൂഫിങ് എന്ന് പറയും. ഷെയ്ഡ് കൊടുക്കേണ്ട കാര്യമുണ്ടോ ബയോഫ്ലോക്ക് ടാങ്കിന്? എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ മുകളിൽ ഗ്രീൻ നെറ്റ് ആണല്ലോ കെട്ടിയത്, അത് ഷെയ്ഡ് നെറ്റ് കെട്ടിയിട്ടുണ്ട്, പിന്നെന്താ കുഴപ്പം? അപ്പോൾ ഫോട്ടോ പീരീഡ് എന്നുള്ളൊരു വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എത്ര നേരമാണ് സൂര്യപ്രകാശം ഒരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു ടാങ്കിൽ കിട്ടേണ്ടത്, അതിനെയാണ് നമ്മൾ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. ഒരു ടാങ്കിലേക്ക് സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു കുളത്തിലേക്ക് സൂര്യപ്രകാശം പകൽ സമയത്തെപ്പോഴും സൂര്യപ്രകാശം കിട്ടും. വൈകുന്നേരം ആകുമ്പോഴേ സൂര്യപ്രകാശം പോകും, സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യപ്രകാശം പോകും. അപ്പോൾ ഏതാണ്ട് 12 മണിക്കൂറോളം വെളിച്ചം ഏതാണ്ട് പരക്കെ അറ്റപ്പറ്റ വെളിച്ചം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു രീതി നമ്മൾ പറയപ്പെടും. പക്ഷേ ബയോഫ്ലോക്കിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഫോട്ടോ പീരീഡ് ഇല്ല, 0 ആണ് ഫോട്ടോ പീരീഡ്. അതായത് ബയോഫ്ലോക്കിന് വെളിച്ചത്തിൻ്റെ ആവശ്യം ഇല്ല. വെളിച്ചം കൊടുക്കുന്നത് തെറ്റാണ് എന്നല്ല, വെളിച്ചത്തിൻ്റെ ആവശ്യം ഇല്ല. ഇപ്പോൾ എല്ലാവരും, ഞാനിത് പറഞ്ഞു തരുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലൊതുക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. വലിയ പാടശേഖരങ്ങളിലും അല്ലെങ്കിൽ വലിയ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ബയോഫ്ലോക്കിൻ്റെ വലിയ ടാങ്കുകളും വലിയ കുളങ്ങളും ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുന്നത്? തുറന്ന സ്ഥലത്തല്ലേ ബയോഫ്ലോക്ക് ചെയ്യുന്നത്? ശരിയാണ്. ബയോഫ്ലോക്ക് കണ്ടുപിടിക്കപ്പെട്ട ഇസ്രായേലിൽ തന്നെ ആദ്യം ബയോഫ്ലോക്ക് ചെയ്തത് ഒരു ഓപ്പൺ ഏരിയയിലായിരുന്നു. അതായത് റൂഫിംഗ് ഒന്നും ഇല്ലാത്ത ഒരു തുറന്ന സ്ഥലത്ത് ടാങ്കുകളിൽ ബയോഫ്ലോക്ക് ഇട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് അടഞ്ഞ സ്ഥലത്ത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടഞ്ഞ സ്ഥലത്ത് ചെയ്യുമ്പോൾ ബയോഫ്ലോക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പം, അതായത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലൈറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയകൾ പരിപൂർണമായും എന്താണ് പറയുന്നത്, ഇരുട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇരുട്ടിനോട് രമ്യപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ അമോണിയ നിർമ്മാർജ്ജനം ചെയ്യുന്ന ബാക്ടീരിയ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് നമ്മൾ പറയുന്നത്, അതിൻ്റെ വളർച്ച ഉണ്ടാവുന്നത്. അതുപോലെ നമ്മൾ കലക്കി ഒഴിക്കുന്ന പ്രോബയോട്ടിക് ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പായി വരാനായിട്ട് ലൈറ്റ് ഉണ്ടാവാൻ പാടില്ല. ലൈറ്റ് അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു കുളത്തിൽ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളൊരു അക്വേറിയം എടുത്ത്, നമ്മുടെ വീടിനുള്ളിൽ ഇരുന്ന ഒരു അക്വേറിയം എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? പച്ച കളറിലെ പായൽ വളർന്നു വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. എവിടെ കൊണ്ടുപോയി വെള്ളം നമ്മൾ വെച്ചാൽ, ഒരു പാത്രത്തിലോ ബക്കറ്റിലോ കപ്പിലോ എവിടെ കൊണ്ടുപോയി വെച്ചാൽ 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പായൽ വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് വെളിച്ചം നേരിട്ടോ അല്ലെങ്കിൽ സൈഡിലൂടെ എങ്ങനെ അടിച്ചാൽ പോയി അധികമായി വെളിച്ചം ടാങ്കിൽ അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ പായൽ വളരും. പായൽ വളരുമ്പോൾ ഈ നമ്മൾ വെള്ളത്തിലാണ്, അപ്പോൾ നമ്മളൊരു മുറിയോ ഒരു കബോർഡോ ആയിട്ട് ചിന്തിക്കുക ഈ ടാങ്കിന്. അതിൽ ഇരിക്കാനൊരു സ്ഥലം, ഒരു കബോർഡിൽ നമുക്കൊരു 10 ഇഷ്ടിക കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. 10 എണ്ണം കയറ്റി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ 2 ഇഷ്ടിക എടുത്ത് മാറ്റി, എന്നിട്ട് നമ്മൾ 2 വേറെ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചു, അല്ലെങ്കിൽ 2 മരക്കഷ്ണം എടുത്ത് വെച്ചു. ഓക്കെ, ആ 10 ഇഷ്ടിക ഇരിക്കുന്ന സ്ഥലത്ത് 2 എണ്ണം എടുത്ത് മാറ്റിയിട്ടാണ് ഈ 2 മരക്കഷ്ണം വെച്ചത്. ഈ 10 എണ്ണം അവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു സാധനത്തിന് അവിടെ എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇഷ്ടിക എടുത്ത് മാറ്റിയിട്ട് വേണം ഇതിനെ വെക്കാൻ. ഓക്കെ, നമ്മുടെ ബയോഫ്ലോക്കിൽ നമ്മൾ കലക്കി ഒഴിക്കുന്ന പ്രോബയോട്ടിക്കൽ ഡെവലപ്പായി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അത്രയും സമയം വേണ്ട ഈ വെളിച്ചം അടിച്ചിട്ട് പായലിന് വളരാൻ.
അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ വെള്ളത്തിൽ പായൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബയോഫ്ലോക്കിൽ നിന്ന് ഉണ്ടാകുന്ന ബാക്ടീരിയക്ക് ജീവിക്കാനുള്ളൊരു സ്ഥലം പരിമിതപ്പെടും. സ്ഥലം പരിമിതപ്പെടും എന്നോർത്തുകൊണ്ട് സ്ഥലം മാത്രമല്ല പരിമിതപ്പെടുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ആഹാരം, അതിന് വേണ്ടിയിട്ടുള്ള പോഷകം, അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ഈ പായൽ വെള്ളത്തിൽ വളരുന്നത് കൊണ്ട് പരിമിതപ്പെടും. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ നല്ല രീതിയിലുള്ള ബാക്ടീരിയകൾ ഉണ്ടാവില്ല. ബാക്ടീരിയ ഉണ്ടാവാണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്താ സംഭവിക്കുക, അമോണിയ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് എങ്ങനെയെങ്കിലും നമ്മുടെ വെള്ളത്തിൽ അമോണിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അമോണിയനെ എന്താ പറയുക, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വസ്തു നമ്മുടെ വെള്ളത്തിലില്ല. ഈ കൊണ്ട പായലിനോ പൂപ്പലിനോ ഒന്നും അമോണിയനെ നശിപ്പിക്കാൻ കഴിയില്ല. അതിനെ നശിപ്പിക്കുന്നത് ഈ പറഞ്ഞ ബാക്ടീരിയ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയസ് ഓർ ബ്രൗൺ ആൽഗെ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പിലുള്ള ബയോഫ്ലോക്ക് പാർട്ടിസിപ്പൻസാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് വെയിൽ നേരിട്ട് അടിക്കരുത് എന്ന് പറയുന്നത്. റൂഫിംഗ് എങ്ങനെ ചെയ്യാം എല്ലാവരും ചോദിക്കുന്നുണ്ട്. എല്ലാവരും പോയി നമ്മുടെ ഇരുമ്പിൻ്റെ മറ്റൊക്കെ പൈപ്പൊക്കെ മേടിച്ച് വെൽഡ് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ട് നല്ല റൂഫിംഗ് ഒക്കെ ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇങ്ങനത്തെ പരിപാടി നിങ്ങൾ ചെയ്യരുത്. എത്ര വർഷം നിങ്ങളവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ പോലും ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ അടിയിലൊരു പശുവിൻ്റെ തൊഴുത്തോ അല്ലെങ്കിൽ ഒരു കോഴിയുടെ ഫാമോ അല്ലെങ്കിൽ ഒരു താറാവിൻ്റെ കൂട്ടങ്ങളോ ഒന്നുമല്ല. ഇവിടെ മഴവെള്ളം വീഴുന്നതുകൊണ്ടോ കാറ്റടിക്കുന്നതുകൊണ്ടോ തണുപ്പ് വരുന്നതുകൊണ്ടോ എന്നും ഒരു പ്രശ്നം പ്രാഥമികമായിട്ടില്ല. നമ്മളുടെ ഏക ഉദ്ദേശം വെയിൽ അടിക്കരുത് നേരിട്ട് എന്നാണ്. ഷെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന സംഭവം വെയിലടിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. അത് എത്ര കെട്ടിയാലും സൂര്യപ്രകാശം അങ്ങോട്ട് കടക്കും. ആ ചെറിയ സൂര്യപ്രകാശമൊക്കെ മതി നമ്മുടെ പായലിന് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർഷകന് എന്താണ് റൂഫ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും 4 സിമെൻറ്റിൻ്റെ പോസ്റ്റുകൾ നിങ്ങൾ നാട്ടുക ടാങ്കിൻ്റെ 4 വശത്തായിട്ട്. അതിലേക്ക് സാധാരണ കവുങ്ങോ മുളയോ എന്തെങ്കിലുമൊക്കെ വെച്ച് സപ്പോർട്ട് കൊടുക്കുക. 4 പോരായിക്ക് വരും, ഇടയിൽ 2 തൂണും കൂടി കൊടുക്കേണ്ടി വരും. നടുവിലെ പോസ്റ്റ് ഇത്തിരി പൊക്കം ഉയരം കൂടിയതായി ഇട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആർച്ച് പോലെ കിട്ടും, ഒരു കൂര പോലെ കിട്ടും. ഈ കൂരയിൽ സെക്കൻഡ് ഹാൻഡ് ഫ്ലെക്സ്, കട്ടി കൂടിയ സെക്കൻഡ് ഹാൻഡ് ഫ്ലെക്സ് 2 രൂപ 3 രൂപ നിരക്കിന് സ്ക്വയർ ഫീറ്റിന് ഫ്ലെക്സ് കിട്ടും. ഈ ഫ്ലെക്സ് മേടിച്ച് വലിച്ച് കെട്ടി വെക്കും. ഇത്രയും മതി, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ കമ്പി വെൽഡ് ചെയ്യാൻ പോകുന്നതും അതിൻ്റെ പണിക്കാശും മെറ്റീരിയൽ കോസ്റ്റും ഷീറ്റിൻ്റെ വിലയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ മെത്തേഡാണ് ഇത് ചെയ്യുക. എന്തായാലും നിർബന്ധമായിട്ടും ഷീറ്റ് വേണം. ഷീറ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് മാനേജ് ചെയ്യാൻ. പെട്ടെന്നുള്ള അമോണിയ ബൂസ്റ്റിംഗ് ഉണ്ടാവില്ല, പെട്ടെന്ന് pH മാറില്ല, വെള്ളത്തിൻ്റെ ചൂട് പെട്ടെന്ന് കൂടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിരിക്കും ഈ റൂഫിംഗ്. റൂഫിംഗ് ചെയ്യാണ്ട് ബയോഫ്ലോക്ക് ചെയ്യുന്നത് വളരെ റിസ്ക്കാണ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ഹെവി സ്റ്റോക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് അനിമൽസ് ഇങ്ങനെ റൂഫില്ലാത്തൊരു ടാങ്കിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഷെയ്ഡിനെ കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 0 ലൈറ്റ് പെനിട്രേഷൻ, ഫുൾ ഡാർക്ക് സിസ്റ്റം. ഏറ്റവും നല്ലത് ഫുൾ ഡാർക്ക് സിസ്റ്റമാണ്. പൂർണ്ണമായിട്ടും ഒരു ഇരുട്ട് കിട്ടിക്കോട്ടെ. ഇരുട്ട് എന്ന് മനസ്സിലാക്കിയത് ഒരു ഷെയ്ഡ്, ഒരു റൂഫ് വേണം. പിന്നെ ടാങ്കിൻ്റെ എയറേഷൻ, അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടാങ്കിൻ്റെ എയറേഷൻ, എത്ര എയറേഷൻ വേണം നമ്മുടെ ടാങ്കിന്, ബയോഫ്ലോക്ക് ടാങ്കിന്? എല്ലാവരുടെ ഒരു സംശയമാണ്. ഈ 120 HAP ഹെയിലിയുടെ ഇതെങ്ങനെ 120 HAP 2 എണ്ണം വേണമെന്ന് സർക്കാർ പറഞ്ഞു? ഒരെണ്ണം പോരെ ഒരു ടാങ്കിലേക്ക്? ഇതിന് 2 എണ്ണം വേണമെന്ന് പറയണത്? ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു ഡൗട്ട്സാണ് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ബയോഫ്ലോക്കിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച വ്യക്തി ഇസ്രായേലുള്ളൊരു വലിയൊരു പ്രൊഫസറാണ്. ബയോഫ്ലോക്കിൻ്റെ ഗുരു, നാഥൻ, അല്ലെങ്കിൽ ബയോഫ്ലോക്കിൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്നൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ നോട്ട്സ് പ്രകാരം അദ്ദേഹം ഇതിൻ്റെ കണ്ടെത്തലുകളിൽ ഓരോ പ്രാവശ്യവും എന്താ പറയുക ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം ഇതിൻ്റെ പുറകെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു ടീം. അപ്പോൾ അവരുടെ കണ്ടെത്തൽ പ്രകാരം ബയോഫ്ലോക്ക് കൃഷി ചെയ്യുമ്പോൾ ടാങ്കിൻ്റെ വോളിയം നമ്മൾ ആദ്യം തന്നെ നോക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ടാങ്കിൻ്റെ വോളിയം വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങളോട് പറയാം. അതായത് അവർ പറയപ്പെടുന്നത് 24,000 ലിറ്റർ വെള്ളം കൊള്ളും എന്നാണല്ലോ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ 24,000 ലിറ്ററിൻ്റെ 1%
അറ്റ്ലീസ്റ്റ് 1% 1% എന്ന് പറയുമ്പോൾ എത്രയാണ് 240 ലിറ്റർ വെള്ളം 240 ലിറ്റർ വെള്ളം 1 മിനിറ്റിൽ തള്ളുന്ന പമ്പായിരിക്കണം എയറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഹെയ്ലി 120 എന്ന് പറയുന്നത്. 90 വാട്ട്സ് കറണ്ട് കൺസ്യൂം ചെയ്യുന്ന ഹെയ്ലിയുടെ ഒരു പമ്പ് ഏതാണ്ട് 120 ലിറ്റർ പെർ മിനിറ്റ് തള്ളും. അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണമാകുമ്പോൾ എത്രയായി 240 ലിറ്റർ പെർ മിനിറ്റ്. ഇതാണ് സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം 2 ഹെയ്ലിയുടെ പമ്പ് വെക്കുന്നത്. അതിലൊരെണ്ണം ബാക്കപ്പ് അല്ല, ആ രണ്ടും ഒരേ സമയം പ്രവർത്തിപ്പിക്കേണ്ടതാണ്. പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാണ് 1% മുതൽ 5% വരെ. ഈ 5% വരെ പോകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ സ്റ്റോക്കിംഗ് കൂട്ടും. ഇപ്പോൾ 25,000 ലിറ്റർ അല്ലെങ്കിൽ 24,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിൽ സർക്കാരിൻ്റെ സ്റ്റോക്കിംഗ് പ്രകാരം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സർക്കാരിൻ്റെ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുത്തിരിക്കുന്ന മാനദണ്ഡം പാലിച്ചുകൊണ്ട് വേണം ഏത് കർഷകനും ചെയ്യാൻ. കാരണം അതാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള മാർഗനിർദ്ദേശം. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആ മാർഗനിർദ്ദേശപ്രകാരം 1250 മത്സ്യക്കുഞ്ഞുങ്ങളാണ് നമ്മൾ നമ്മുടെ ടാങ്കിലിടുന്നത്. ഈ ഏതാണ്ട് 24,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ടാങ്കിൽ നിങ്ങൾക്കൊരു 2,500 മുതൽ 3,000 കുഞ്ഞുങ്ങളെ വരെ ഇടാൻ പറ്റും. അപ്പോൾ ഈ 2,500 കുഞ്ഞുങ്ങളേക്ക് ഇടുന്ന സാഹചര്യത്തിൽ കൂടുതൽ എയറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കൂടുതൽ എയറേഷൻ കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് 5% എന്ന് പറയുന്നത്. അപ്പോൾ 24,000 ലിറ്റർ കൊള്ളുന്ന വെള്ളത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 1,200 ലിറ്റർ പെർ മിനിറ്റ് തള്ളുന്ന എയറേറ്റർ നമ്മൾ ആ ടാങ്കിൽ വെച്ച് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് 1 മുതൽ 5%. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1% നമ്മൾ കണക്കാക്കിയാൽ മതി. 25,000 ലിറ്റർ വെള്ളമുണ്ട്, അതിൻ്റെ 1%, അതായത് 240 ലിറ്ററും 1 മിനിറ്റിൽ തള്ളുന്ന അല്ലെങ്കിൽ ആ അത്രയും പ്രഷറുള്ള എയറേറ്ററാണ് നമ്മുടെ ടാങ്കിൽ വെക്കേണ്ടത്. ഈ ഒരു കാര്യം പറയുമ്പോൾ കർഷകന് ഒരു കാര്യം സൂചിപ്പിക്കേണ്ട അവസ്ഥ എനിക്കുണ്ട്. വേറൊന്നുമല്ല, ഹൈലി 120 മാർക്കറ്റിൽ ഇത്രയേറെ ഫേമസ് ആയത് ഈ ബയോഫ്ലോക് പദ്ധതി അല്ലെങ്കിൽ സുഭിക്ഷ കേരളം പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടപ്പോഴാണ്. 120 ലിറ്റർ പെർ മിനിറ്റുള്ള ഒരു എയറേറ്റർ, 2 എയറേറ്റർ വെക്കുക എന്ന് സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, എവിടെയോ ഒക്കെയോ പറയാതെ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടാണ് എല്ലാവരും ഇതിൻ്റെ പുറകെ. ഹൈലി 120 എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഹൈലി 120 എന്ന് പറയുന്ന ഈ എയറേറ്റർ വലിയ അക്വേറിയം ടാങ്കുകൾക്ക്, അതായത് നമ്മൾ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്ന വലിയ അക്വേറിയം ടാങ്കുകൾക്ക് വേണ്ടി ഇറക്കിയ ഒരു എയറേറ്ററാണ്. അതൊരു സിമ്പിൾ ഒരു പമ്പാണ്. അകത്തൊരു മോട്ടർ, ഒരു ഫാൻ മോട്ടർ സിമ്പിളായിട്ട് കറങ്ങുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് കേടായപ്പോൾ അഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ ഒരു പമ്പാണ്, അകത്തൊരു ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങി എയറേഷൻ പമ്പ് ചെയ്യുന്നൊരു സിമ്പിൾ പമ്പാണത്. അത്ര വലിയ പ്രഷറൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അവിടെ പൊത്തിയിരിക്കും, കൈ തള്ളിപ്പോരൊന്നുമില്ല. അത്ര നമുക്കിന് കൈ കൊണ്ട് ഒരു വിരൽ കൊണ്ട് പോലും അടച്ചു പിടിക്കാൻ പറ്റുന്ന അത്രയും പ്രഷറേ അതിനുള്ളൂ. ഡെപ്തിലേക്ക് എയറേഷൻ കിട്ടില്ല, ആഴം കൂടുന്തോറും എയറേഷൻ അതിന് കിട്ടില്ല. അങ്ങനെയൊക്കെ കുറേ കുഴപ്പങ്ങളുണ്ട്. ഏതാണ്ട് ഈ ഒരു എന്താ പറയുക, ബയോഫ്ലോക് മത്സ്യകൃഷി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ വില 4,000-ൽ താഴെയായിരുന്നു. ഈ സാധനത്തിൻ്റെ വില ചെന്നൈയിലും മറ്റും കിട്ടിയിരുന്നതാണ്. 4,000-ൽ താഴെ 3,000 വരെ കിട്ടിയിരുന്നതാണ് HIP 120 എന്ന് പറയുന്ന വസ്തു. സുഭിക്ഷ കേരളം പദ്ധതി തുടങ്ങി എല്ലാവരും ഈ മത്സ്യകൃഷിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എല്ലാ കടകളിലും ഇത് വന്നു തുടങ്ങി. ഇതിൻ്റെ വില ബൂസ്റ്റ് ചെയ്ത് 9,000 രൂപ വരെ പോയി. ആമസോണിൽ ഏതാണ്ട് 7,500 രൂപയായിരുന്ന സമയത്ത് 9,000 രൂപ വരെ വിറ്റ് പോയ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കോയമ്പത്തൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, അവിടെ ഈ പറഞ്ഞ ഹൈലി 120 തന്നെ ഹോൾസെയിൽ റേറ്റിന് 4,000-ൽ താഴെ 3,800 ആ റേറ്റിന് കിട്ടാനുണ്ട് എന്ന്. ഇവിടെ നമ്മുടെ നാട്ടിൽ അപ്പോൾ 7,500 8,000 രൂപ വില എത്തി നിൽക്കുന്നു. ഒരു ഇച്ചിരി കുറഞ്ഞ ആ രൂപയിൽ എത്തി നിൽക്കും. ഇപ്പോൾ ഏതാണ്ട് ഒരു 6,000 രൂപക്കാണ് പല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റു എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഇതിൻ്റെ പരസ്യങ്ങളുമൊക്കെ പലരും ഷെയർ ചെയ്യുന്നു. ഏതാണ്ട് ആ രൂപയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വില, ചൈനയിൽ നിന്ന് വരുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ വില ഏതാണ്ട് 2,000 രൂപയൊക്കെ ഉള്ളൂ, 2,000-3,000 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ 7,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 7,500 രൂപ കൊടുത്ത് ഈ ബ്ലോവർ മേടിച്ച് വെക്കാൻ എന്താ കാര്യം? കാരണം എല്ലാവരും പറയുന്നത് ഇതേ വെക്കാൻ പാടുള്ളൂ.
സർക്കാർ അങ്ങനെ ഒരു മാനദണ്ഡവും വെച്ചിട്ടില്ല. സർക്കാരിൻ്റെ മാനദണ്ഡപ്രകാരം ടാങ്കിലെ എയറേഷൻ ഈ പറഞ്ഞ മൊത്തം ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ അറ്റ്ലീസ്റ്റ്, അതായത് ഏറ്റവും കുറഞ്ഞത് 1% എങ്കിലും വെള്ളം തള്ളുന്ന ഒരു പമ്പായിരിക്കണം. അപ്പോൾ 240 ലിറ്റർ പെർ മിനിറ്റ് തള്ളുന്ന ഒരു പമ്പായിരിക്കണം നിങ്ങൾ വെക്കുന്നത്. അത്രേ ഉള്ളൂ. ഏത് കമ്പനിയുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, എവിടത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. GST ബില്ല് നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ റിംഗ് ബ്ലോവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റിംഗ് ബ്ലോവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ മോട്ടർ, വെള്ളമടിക്കുന്ന മോട്ടർ പോലെ ഇരിക്കുന്നൊരു ഐറ്റമാണ് റിംഗ് ബ്ലോവർ. ഈ റിംഗ് ബ്ലോവർ പതുക്കെ പതുക്കെ കയറി വന്നു. തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ റിംഗ് ബ്ലോവർ പതുക്കെ പതുക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു. പിന്നെ റിംഗ് ബ്ലോവറിൻ്റെ വില അങ്ങോട്ട് കൂടി. റിംഗ് ബ്ലോവർ 180 വാട്ട്സ് റിംഗ് ബ്ലോവർ ഏതാണ്ട് 1200 1500 ലിറ്റർ വെള്ളം തള്ളും. അത്രയുള്ള കപ്പാസിറ്റി ഉള്ളതുണ്ട്. അതേ തന്നെ വേറെ കമ്പനിയുടെ 180 വാട്ട്സ്, അതായത് 2 ഹൈയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു 180 വാട്ട്സ് ആവും. 90 വാട്ട്സ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം, ഈ റിംഗ് ബ്ലോവർ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉള്ളൂ, ഒറ്റ മോട്ടറാണ്. അത് 180 വാട്ട്സ് തന്നെ 600 ലിറ്റർ പെർ മിനിറ്റ്, 620 ലിറ്റർ പെർ മിനിറ്റ് വരുന്നത് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഹൈയിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ 240 ലിറ്റർ പെർ മിനിറ്റേ കിട്ടുള്ളൂ. മറ്റവനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഏതാണ്ട് 600 കിട്ടും, ഇരട്ടിയിൽ കൂടുതൽ. അപ്പോൾ വിലയാണെങ്കിലോ മറ്റവൻ്റെ വില, ഈ റിംഗ് ബ്ലോവർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ വില ശരിക്കുള്ള വില 180 വാട്ട്സിൻ്റെ സാധനത്തിൻ്റെ വില ഒരു 4000-5000 രൂപ വരുള്ളൂ. 220 വാട്ട്സിൻ്റെ, അതായത് ഏതാണ്ട് ഒരു 1800-1700 ലിറ്റർ പെർ മിനിറ്റ് തള്ളുന്ന 220 വാട്ട്സിൻ്റെ എയറേറ്ററിന് ഏതാണ്ട് ഒരു 7800 മുതൽ 8500 വരെയാണ് വില. അത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3 ടാങ്ക് അല്ലെങ്കിൽ ഒരു 2 ടാങ്കെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. 2 അല്ല 3 ടാങ്ക് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇതെവിടെ ഈ ടാങ്കുകളും അല്ലെങ്കിൽ ഈ ബ്ലോവറുകൾ എവിടെ കിട്ടും എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. പിന്നെ ഏത് ബ്ലോവർ മേടിക്കുമ്പോഴും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും എത്ര ലിറ്റർ പെർ മിനിറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറിലായിരിക്കും ഇത്ര ലിറ്റർ പെർ മണിക്കൂർ. ആ മണിക്കൂർ ഡിവൈഡ് ബൈ 60, അതായത് 60 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 60, അതായത് ഒരു മണിക്കൂറിൽ 60 മിനിറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റിൽ എത്ര വെള്ളം തള്ളുമെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അത്രയും വെള്ളം തള്ളുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം. റിംഗ് ബ്ലോവർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ അതിൽ കിട്ടും, കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും. ഒരു പരിധി വരെ നന്നാക്കാൻ പറ്റും. ചെറിയ വാൽവ് പ്രശ്നം ചെറുതൊക്കെ ആണെങ്കിൽ റിംഗ് ബ്ലോവർ നന്നാക്കാൻ പറ്റും, ഹൈലി നന്നാക്കാൻ പറ്റില്ല. എല്ലാം ചൈന തന്നെയാണ്, റിംഗ് ബ്ലോവറുകൾ വരുന്നതും ഒക്കെ ചൈന തന്നെയാണ്. പിന്നെ ഇല്ലാത്ത ബ്രാൻഡുകൾ കയറി വന്നു, സൺസൺ, ഹൈലി, ഇതെല്ലാം വലിയ ബ്രാൻഡാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ചൈന കമ്പനികളെ പോലെ തന്നെയാണ് ഇവർ. ഇത്ര വലിയ ബ്രാൻഡൊന്നുമല്ല. അക്വേറിയം പ്രൊഡക്ട്സ് കുറേ വർഷമായിട്ട് അവർ ഇറക്കുന്ന കമ്പനികളായിരുന്നു. അവർ ഇറക്കിയിരുന്നത് ഈ അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന ചെറിയ ബ്ലോവറുകളും മറ്റുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇറക്കിയിരുന്നു. അവർ വലിയ ബ്രാൻഡൊന്നുമല്ല. വലിയ ബ്രാൻഡുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ABK അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡുണ്ട് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്. അവരുടെ ബ്ലോവറുകൾക്ക് നല്ല വില. ഒരു സാധാരണ ഈ പറഞ്ഞ കപ്പാസിറ്റി ഉള്ള ബ്ലോവറിന് തന്നെ ഒരു 10-20,000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട്, അത്രയ്ക്കും വിലയുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ഈ സാധനത്തിന് വലിയ ക്വാളിറ്റി എന്നല്ല നമ്മൾ പറയേണ്ടത്, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ വരെ ഉപയോഗിച്ച ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഒരു കുഴപ്പമില്ല, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും വില കൊടുത്ത് മേടിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി അവർ ഉണ്ടാക്കുമല്ലോ, അല്ലെങ്കിൽ വെക്കണമല്ലോ, അത് കാരണം. അപ്പോൾ അതാണ് ടാങ്കിൻ്റെ എയറേഷൻ്റെ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക. ഈ 2 ഹൈലി 120 വെക്കുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക. ഹൈലി വെക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല സർക്കാർ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെ അങ്ങനെ അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. കാരണം മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ടാങ്കിൻ്റെ എയറേഷൻ അറ്റ്ലീസ്റ്റ് 1%, ടാങ്കിൻ്റെ വോളിയത്തിന് അറ്റ്ലീസ്റ്റ് 1% തള്ളുന്ന പെർ മിനിറ്റിൽ തള്ളുന്ന, ഒരു മിനിറ്റിൽ അത്രയെങ്കിലും തള്ളുന്ന ഒരു എയറേറ്റർ ആയിരിക്കണം നമ്മൾ വെക്കുന്നത്. ആ മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള ഏത് എയറേറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എയർ ലിഫ്റ്റ്. ഇത് കുറച്ചധികം പറയാനുണ്ട് എയർ ലിഫ്റ്റിനെ കുറിച്ച്.
ഞാൻ വർക്ക് ചെയ്തിരുന്ന സൗദിയിൽ, അതുപോലെ തായ്ലൻഡ്, ഇന്തോനേഷ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ കാണുന്ന സംഭവമാണ് എയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന സംഭവം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിൽ ഞാനിപ്പോൾ കൈകൊണ്ട് വരച്ചാണ് എത്രയും പെട്ടെന്ന്. എന്താണ് ഇതിൻ്റെ മനസ്സിലാവുന്ന പറഞ്ഞുതരാം. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ പാത്തി ഉണ്ടല്ലോ, അതായത് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് വരുന്ന പാത്തി. ഈ പാത്തിയുടെ സൈസിൽ അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് വരുന്ന പൈപ്പ്, നമ്മുടെ വട്ടത്തിലുള്ള പൈപ്പ്. ഈ പൈപ്പ് ഏതാണ്ടൊരു 2 മീറ്റർ അല്ലെങ്കിൽ ഒരു 1.5 മീറ്റർ സൈസിന് പൈപ്പ് മുറിക്കുന്നു. അതിനുശേഷം ഇതിനെ നീളം മുറിക്കുന്നു. അപ്പോൾ 2 പാളികളായി, ഇതുപോലെ 2 പാളികളായിട്ട് കിട്ടും നമുക്ക്. ഒരു വശം ഇങ്ങനെ ഒരു കർവും മറ്റ് 2 വശം പീസാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ഒരു സി ഷേപ്പിൽ ഉള്ള ഒരു കർവായിട്ട് 2 പാളികൾ കിട്ടും. പാത്തി പോലെ നമ്മുടെ വെള്ളം ഓടിൻ്റെ മുകളിൽ നിന്നും ടെറസിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം പോകാൻ നമ്മൾ വെച്ച് കൊടുക്കുന്ന പാത്തി പോലെ കിട്ടും. പൈപ്പ് മേടിച്ച് മുറിച്ചാൽ മതി. ഒരു ലെങ്ത്ത് പൈപ്പ് മേടിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്കൊരു 2 മീറ്റർ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 3 പീസുകൾ കിട്ടും. അത് പിന്നെയും നമ്മൾ പൊളന്ന് കഴിയുമ്പോൾ 6 എയർ ലിഫ്റ്റുകൾ കിട്ടും. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഞാൻ ഈ പറയണം മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാരണം ഈ പടത്തിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാനിതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ നമ്മുടെ കൺസൾട്ടേഷനിലുള്ള ഒരു ടീമിന് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എടുക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത തന്നെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഫോട്ടോയും ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം. വീഡിയോസ് ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എന്തെങ്കിലുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഈ പാത്തി ഇതുപോലെ ഒരു ചെറിയ ചരിവ് കൊടുത്തിട്ട്, ചരിവ് എന്ന് പറയുന്നത് നമ്മളൊരു ഇന്ന ഡിഗ്രി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ചരിവ് കൊടുത്തിട്ട് ഒരു സിമെൻറ്റിൻ്റെ ബ്ലോക്കിൽ വാർക്കും നമ്മൾ. അതായത് ഈ പൈപ്പ് സിമെൻറ്റിൻ്റെ ബ്ലോക്കിലേക്ക് ഒരു സിമെൻറ്റ് കൂട്ടി ഒരു എന്താ പറയുക ഒരു ബ്ലോക്ക് പോലെ സിമെൻറ്റ് കൂട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത് വാർത്ത്, അതായത് ഇതിൻ്റെ അകത്ത് ഘടിപ്പിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ, സിമെൻറ്റിൻ്റെ ബ്ലോക്കിൽ ഇത് ഘടിപ്പിച്ചെടുക്കും. അതിനുശേഷം ഈ പൈപ്പിൻ്റെ അടിഭാഗത്ത് ഈ സിമെൻറ്റ് ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മേലെ ആയിട്ടൊരു ഹോള് തുളച്ചിട്ട് ആ ഹോളിലൂടെ നമ്മുടെ കറുത്ത ട്യൂബുണ്ടല്ലോ, അതായത് നമ്മുടെ ഗാർഡൻ ഡ്രിപ്പ് ഹോസ്, നമ്മൾ ഈ ബയോഫ്ലോക്ക് ടാങ്കിൽ പൊതുവെ ഉപയോഗിക്കുന്ന കറുത്ത ഹോസ് ഉണ്ടല്ലോ, ഒരു പൈപ്പ്, ആ പൈപ്പ് ഇതുവഴി അതിൻ്റെ ഉള്ളിലേക്ക് കടത്തും. എന്നിട്ട് അത് അപ്പുറത്തെ സ്ഥലത്ത് എയറോസി ട്യൂബ് അല്ലെങ്കിൽ മൈക്രോപോറസ് ട്യൂബ്, സ്പോഞ്ച് പോലിരിക്കുന്ന മൈക്രോപോറസ് ട്യൂബ് ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ അത് വെച്ച് അതിൻ്റെ മുകൾ ഭാഗം ഒരു ക്യാപ്പ് കൊണ്ട് അടക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ കർവിൻ്റെ, അതായത് ഈ പൈപ്പിൻ്റെ അടിഭാഗത്തായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. എന്നിട്ട് ഈ ഒരു ടാങ്കിൻ്റെ 4 വശത്തായിട്ട്, ടാങ്കിൻ്റെ ഭിത്തിയോട് ചേർന്ന് 4 വശത്തായിട്ട് വെള്ളത്തിന് ഒഴുക്ക് കിട്ടുന്ന രീതിയിൽ, അതായത് എല്ലാം ഒരേ സൈഡിലേക്ക്, എല്ലാത്തിൻ്റെ ഈ ഭാഗം ഒരേ സൈഡിലേക്കായിട്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വരും, ഇവിടെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ വരും, അടുത്തത് ഇവിടെ വരും, അടുത്തത് ഇവിടെ വരും, ഒരു വട്ടത്തിലെ ടാങ്ക് ആണെങ്കിൽ. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ എയർ ഓണാക്കി കഴിയാൻ നേരത്ത് ഇവിടെ നിന്നുള്ള എയർ, ഈ അടിഭാഗത്തു നിന്നുള്ള എയർ പതുക്കെ തള്ളി ഈ മുകളിൽ വരികയും ഇവിടെ ഇരിക്കുന്ന ഈ പ്രതലത്തിലുള്ള വെള്ളത്തെ അത് പുറത്തേക്ക് പോകും. എയർ പുറത്തേക്ക്, നമുക്കറിയാലോ എത്ര ഒരു കുമള താഴ്ത്തുണ്ടായാലും ആ കുമള എത്രയും പെട്ടെന്ന് മുകളിൽ പോയി വായുവിലേക്ക് പൊട്ടിപ്പോകും. അപ്പോൾ ആ മുകളിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തിലുള്ള വെള്ളത്തെ അത് മുന്നോട്ട് തള്ളും. അപ്പോൾ മുന്നോട്ട് തള്ളുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതാണ് ഈ പറഞ്ഞത് എയറേഷൻ ടുവേർഡ്സ് വാട്ടർ ടു പുഷ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള വെള്ളത്തെ അത് അങ്ങോട്ട് തള്ളും. അപ്പോൾ ഈ വെള്ളം മുന്നോട്ട് പോകും. അടുത്ത എയറേഷൻ അവിടെ ഉണ്ട്, ഇവിടെ ഒരെണ്ണം വേറൊരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അത് മുന്നോട്ട് തള്ളും, ഇവിടെ ഉള്ളത് മുന്നോട്ട് തള്ളും. അപ്പോൾ ഇങ്ങനെ തള്ളി ഇത് എന്താ പറയുക, ഒരു വട്ടത്തിൽ ഉള്ളൊരു വെള്ളത്തിൻ്റെ കറക്കം തുടങ്ങും. നമ്മൾ ചായക്കപ്പിൽ സ്പൂണിട്ട് ഇളക്കുന്ന പോലെ നമ്മൾ ചെറുതായിട്ട് മുകളിലൊന്ന് സ്പൂണിട്ട് ഇളക്കി ആ സ്പൂണ് മാറ്റിയാൽ മതി. കുറേ നേരം കറങ്ങും. കറങ്ങി അതിൻ്റെ അടിയിൽ വരെ കറക്കം എത്തും. അപ്പോൾ അതുപോലെ തന്നെ ഈ മുകളിലുള്ള ചെറിയ കറക്കം കറങ്ങി ഈ ടാങ്കിലെ വെള്ളം മുഴുവൻ ഒരു ചെറുതായൊരു രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ കറക്കം ഇതാണ് എയർ ലിഫ്റ്റ് വഴി കിട്ടേണ്ടത്. നമ്മൾ പൊതുവെ ഇപ്പോൾ ഇവിടെയുള്ള എന്താ പറയുക ബയോഫ്ലോക്ക് എൻജിനീയേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ടാങ്ക് പണിത് കൊടുക്കുന്ന ആൾക്കാർ, അവർ വെക്കുന്ന ഒരു എയർ ലിഫ്റ്റാണ്. അത് ഈ ടാങ്കിൻ്റെ സൈഡിൽ വന്നിട്ട്, നമുക്കറിയാം ഒരു ടാങ്കിൻ്റെ സൈഡിലായിട്ട് വന്നിട്ട് അവിടെ ഒരു ബെൻഡ് കൊടുക്കും, അതുപോലെ അടിയിലൊരു ബെൻഡ് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഹോള് തളച്ചിട്ട് ഈ നിൽക്കുന്ന പൈപ്പിൻ്റെ ഹോള് തളച്ചിട്ട് ഈ കറുത്ത ട്യൂബ്, നമ്മൾ നേരത്തെ പറഞ്ഞ
ഗാർഡൻ ഡ്രിപ്പോസ് ട്യൂബ് വെച്ച് കൊടുക്കുകയും അതിൽ നിന്ന് എയർ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഈ സംഭവത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പ്രഷറും ഈ വച്ചിരിക്കുന്ന 3 പൈപ്പിൻ്റെ അകത്ത് പോകും, ഗ്രിഡിലെ പ്രഷർ കിട്ടൂല. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന എയറോസിൽ ട്യൂബ് ഈ വെള്ളമായിട്ട് വളരെ കുറച്ച് ഏരിയയിൽ മാത്രമാണ് മിക്സ് ആവുന്നുള്ളൂ. അപ്പോൾ ഈ എയർ വെറുതെ ഇതിൻ്റെ വായിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ വെച്ചിരിക്കുന്ന എയർ ലിഫ്റ്റിൻ്റെ. അതായത് ഇപ്പോൾ പൊതുവേ കാണുന്നൊരു എയർല, അതിൻ്റെയും പടം എൻ്റെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ലോ ഡിഒ, അതായത് ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കുറയുകയും അങ്ങനെ മീനുകൾ കുറേ ചത്തുപോകുന്നതായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് തന്നെ ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ട്. അമോണിയ ബിൽഡപ്പ് ചെയ്യാനുള്ള സാധ്യത, ഓക്സിജൻ്റെ അളവ് എന്തോരം വെള്ളത്തിൽ കുറയുന്നു അത്രയും അമോണിയ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പൺ ഫേസ്ഡ് ആയിട്ടുള്ള എയർ ലിഫ്റ്റുകൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതുണ്ടാക്കാനായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെയുള്ള എയർ ലിഫ്റ്റുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ മുതൽ ഏറ്റവും ചെറിയ കമ്പനികൾ വരെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വരെ ഇതെത്തി. നമ്മുടെ നാട്ടിൽ ഇത്രയും നാളായിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായി നമ്മളിവിടെ ബയോഫ്ലോക്ക് തുടങ്ങി. ഇപ്പോഴും ഇതിൻ്റെ ഒന്നും ഡെവലപ്മെൻറ്റിലേക്ക് നമ്മുടെ കർഷകർ എത്തിയിട്ടില്ല. എത്താത്തത് ഇതിൻ്റെ ഇടനിലക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവുന്നില്ല. അവർ കാശ് മേടിച്ച് വീട്ടിലിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് എയർ ലിഫ്റ്റ് വരേണ്ടത്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സ്വയമേ ചെയ്യാവുന്നതാണ്. ഒരാളുടെ സഹായം നിങ്ങൾക്ക് ഇതിന് ആവശ്യം വരില്ല. സ്വയമേ ചെയ്യാവുന്നതാണ്. പൈപ്പിൻ്റെ കാശും കുറച്ച് സിമെൻറ്റും മെറ്റലും പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഒരു എയറോസി ട്യൂബിൻ്റെയും ഇത് വെക്കേണ്ട കാര്യമുള്ളൂ. വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. ഒരു ദിവസം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ച് ടാങ്കിലേക്ക് എടുത്ത് വെക്കാം. നല്ല എയറേഷനും നല്ല റൊട്ടേഷനും കിട്ടും. ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാതുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. എനിക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുന്നവർക്ക്. പിന്നെ ഈ പടമൊക്കെ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ കുത്തിവരച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു പോരായ്മയും കൂടി തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി എടുക്കുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് കാര്യമാണ് ക്ലാരിഫയർ അല്ലെങ്കിൽ ഫിൽറ്റർ അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്ക്. ഇതിൻ്റെ ആവശ്യമുണ്ട്. ക്ലാരിഫയറും ഫിൽറ്ററും എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികമായ ഫ്ലോക്ക്, ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗദിയിൽ അധികമായി ഫ്ലോക്ക് വെള്ളത്തിൽ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഈ ക്ലാരിഫയർ അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്ക് ഫ്ലോക്ക് കുറക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികമായ ഫ്ലോക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 ml, 15 ml, 20 ml മാക്സിമം. ഒരു 10 ml ആണ് മാക്സിമം നമ്മൾ നിലനിർത്താൻ പറയുന്നത് ടാങ്കിൽ. അത് മതി, അതാണ് നമുക്ക് ഏറ്റവും ഉത്തമം. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്, നമുക്ക് മാനേജ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ നല്ലൊരു 10 ml ഫ്ലോക്ക് നിലനിർത്തിക്കൊണ്ട് നമ്മൾ കൾച്ചർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ക്ലാരിഫയറിൻ്റെയോ ഫിൽറ്ററിൻ്റെയോ സെറ്റിലിംഗ് ടാങ്കിൻ്റെയോ ആവശ്യമില്ല. എങ്ങാനും വെള്ളത്തിൽ അമോണിയ കൂടുകയോ എന്തെങ്കിലും കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മാറ്റാൻ പറ്റും നമുക്ക്. ക്ലാരിഫയറോ ഫിൽറ്ററോ കൊണ്ട് അമോണിയനെ നമുക്ക് കളയാൻ പറ്റില്ല. അമോണിയ പോവില്ല. അമോണിയ പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ടാവണം. ആ ബാക്ടീരിയ വെച്ച് തന്നെയാണ് അമോണിയനെ കളയാൻ പറ്റുള്ളൂ. ക്ലാരിഫയറോ സെറ്റിലിംഗ് ടാങ്ക് വെച്ചിട്ട് അമോണിയ കളയാൻ പറ്റില്ല. ഇതൊരു തെറ്റിദ്ധാരണയാണ് പലർക്കും. സെറ്റിലിംഗ് ടാങ്ക് വെക്കുന്ന അമോണിയ കളയാനാണ്. സെറ്റിലിംഗ് ടാങ്ക് വെക്കുന്ന അതിനകത്തുള്ള വേസ്റ്റ് അല്ലെങ്കിൽ ഓവറായിട്ട് ഡെഡായി പോകുന്ന ഫ്ലോക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സെറ്റിലാവുന്നതാണ് ഫ്ലോക്ക്, അല്ലെങ്കിൽ ചത്തുപോകും കുറച്ചൊക്കെ ഫ്ലോക്ക്. ആ ഫ്ലോക്കാണ് നമ്മൾ സെറ്റിലിംഗ് ടാങ്ക് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നത്. ഒരു 5 ഡയയുടെയൊക്കെ ടാങ്കിൽ 25,000 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്കിലൊന്നും സെറ്റിലിംഗ് ടാങ്കിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞില്ല. ഒരു 50,000 ലിറ്റർ അല്ലെങ്കിൽ ഒരു 100,000 ലിറ്റർ വെള്ളമൊക്കെ കൊള്ളുന്നൊരു ടാങ്കിനാണ് സെറ്റിലിംഗ് ടാങ്കിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അത്രയും രൂപ കൊടുത്ത് നമ്മൾ വെക്കുന്ന സെറ്റിലിംഗ് ടാങ്കിൻ്റെ എന്താ പറയുക ഒരു ഉപയോഗം, അതിലപ്പുറം അതിൻ്റെ ഒരു ലാഭം എല്ലാം കഴിഞ്ഞ് ഈ രൂപ എല്ലാം മുടക്കി കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്നൊരു ലാഭം ഉണ്ടല്ലോ. അപ്പോൾ ആ ലാഭം വെച്ച് നോക്കുമ്പോൾ ഒരു സെറ്റിൽ ടാങ്ക് വെക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50,000 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്ക് ആയിരിക്കണം അറ്റ്ലീസ്റ്റ്. അതുമുതൽ 1,00,000 ഒക്കെ കൊള്ളുന്നൊരു ടാങ്കാണെങ്കിലാണ് ഈ സെറ്റിലിംഗ് ടാങ്ക് വെക്കുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. പിന്നെ സെറ്റിലിംഗ് ടാങ്ക് നിങ്ങൾക്ക് സ്വയമേ ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ടാങ്കിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വലിയ കാട്ടം വീപ്പയോ അങ്ങനത്തെ ഒരു എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു ബയോഫ്ലോക്ക് ചെയ്യുന്ന ആളാണ്, ഇപ്പോൾ ക്ലാരിഫയർ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ക്ലാരിഫയർ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയും വേണ്ട, നിങ്ങൾ ക്ലാരിഫയർ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതില്ലെങ്കിൽ നിങ്ങളുടെ ബയോഫ്ലോക്ക് ടാങ്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും.
അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ വെച്ച് തീരുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പരിധിക്ക് വരും ഈ ബയോഫ്ലോക്ക് ടാങ്ക് അല്ലെങ്കിൽ ബയോഫ്ലോക്ക് ടാങ്കിനെ കുറിച്ചും ബയോഫ്ലോക്ക് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, എൻ്റെ നമ്പറിൽ വിളിക്കുക. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കേട്ടിട്ട് നിങ്ങളുടെ റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോൺസ് എന്നോട് പറയുക. യൂട്യൂബ് വഴിയായിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനിയും വരുന്ന ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്യും. കുറച്ച് ക്ലാസ്സുകൾ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, അതിന് നിങ്ങൾക്കൊരു ഓഫർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഒരു ഫ്രീ ക്ലാസ്സാണിത്. ഇനി വരുന്ന ക്ലാസ്സുകൾക്കൊരു പേയ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾക്കൊരു 50 രൂപയാണ് ഒരു ക്ലാസ്സിന് നമ്മൾ ഈടാക്കുന്നത്. അത് കാശ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അതിനപ്പുറം ഇത് ഫ്രീ ആയ ഒരു സർവീസ് ആകുമ്പോഴേക്കും പലരും ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ്സുകളിൽ ഇരിക്കില്ല, ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ്സുകൾ കേൾക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് ചെയ്യുന്ന കാര്യം ഒരു കർഷകരിലേക്ക് എത്തിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ദുഃഖം വരുന്നതായിരിക്കും. അപ്പോൾ ഇത് കേൾക്കാനും ഇത് മനസ്സിലാക്കാനും ഇതുവഴി ഈ ബയോഫ്ലോക്ക് കർഷകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവാൻ, അവർ തമ്മിൽ സഹായിച്ച് എല്ലാവരും ലാഭത്തിൽ തന്നെ പോകാനായിട്ടും വേണം. അങ്ങനെ സംഭവിക്കണം. കാരണം ഇതെല്ലാം ചെയ്ത് ഈ ബയോഫ്ലോക്ക് കൃഷിയെല്ലാം ചെയ്ത് ലക്ഷങ്ങളും കോടികളും കൊയ്യുന്ന കമ്പനികൾ പുറം നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ കർഷകന് സർക്കാർ ഇത്രയും കാശ് മുടക്കിയ ഒരു പദ്ധതി തന്നെ രൂപീകരിച്ച്, നമ്മുടെ സർക്കാരായിക്കോട്ടെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ, ജനകീയ മത്സ്യകൃഷിയിലും ബയോഫ്ലോക്ക് ഉൾപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ. അപ്പോൾ അതെല്ലാം വെച്ച് ഇത്രയും വലിയൊരു കൃഷി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ് പല കർഷകരും കരഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. ബയോഫ്ലോക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കരകയറാൻ കഴിയും, എന്തൊക്കെയാണ് ഇതിനുള്ള മാർഗങ്ങൾ, ഇതെല്ലാമാണ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ അതിനൊരു സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ മേടിക്കുന്നത്. അത് നിങ്ങൾ ഗൂഗിൾ പേ വഴി പേ ചെയ്യാം. അതൊക്കെ ഇനി പെയ്ഡ് ക്ലാസ്സസ് വരുമ്പോൾ നിങ്ങൾ അറിയിക്കാവുന്നതാണ്. പേ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സസ് നമ്മൾ ഷെയർ ചെയ്യുകയും അവർക്ക് ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ ഇത് ഒരു തുടക്ക സമയം എന്നുള്ള രീതിയിൽ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും മത്സ്യമിത്രയുടെ ഒരു വലിയ സ്വാഗതവും ഒരു നല്ല ദിവസവും നേരുന്നു. തീർച്ചയായിട്ടും ക്ലാസ്സസിനെ കുറിച്ചുള്ള റിവ്യൂസ് ഇന്ന് തന്നെ ഗ്രൂപ്പിൽ എല്ലാവരും ഷെയർ ചെയ്യണം. ക്ലാസ്സസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ എടുത്തതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ വോയിസിന് കേൾക്കാൻ വരികയൊക്കെ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ വീഡിയോസ് ക്ലിയർ ആണോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിപ്ലൈസും എല്ലാം തന്നെ നിങ്ങൾ ഇതിൽ തരിക. ആൻഡ് സപ്പോർട്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.